ഞാനാ വെള്ളപൂശാൻ വന്നതാ. ഓ, പുറവശത്തേം തുടങ്ങിക്കോളൂ. ഇവിടെ അല്ല, അപ്പുറത്ത്. അപ്പുറത്ത്. ഏത് പുറത്തുനിന്നായാലും ഇത് ഞാൻ ഏറ്റു. ആരും അറിഞ്ഞില്ല. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനും കൂടി അടിക്കട്ടാ. എനിക്ക് കൂടി കൊടുത്ത. നീ ഇവിടെ കിടന്ന് വിളിച്ചു പോയി ആലഞ്ചേരിക്കാരുടെ മുഖത്ത് കരുവാരത്തേക്കത് ഭിത്തിയിലോട്ട് വെള്ളടിക്കാൻ നോക്കി എന്നെ പറ്റിച്ച് എല്ലാവരും കൂടി ഇവിടെ കയറി കൂടിയതല്ലേ? ഇത്തവണ ഒരു പണി പഠിക്കും. എന്താപ്പാ ഇത്തടം വന്ന സ്ഥിതിക്ക് നമ്മുടെ വാടകക്കാരത് കണ്ടിട്ട് പോയാലോ? വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം. കൊള്ളാം. അയ്യോ മുത്തശ്ശ, അതാരാ വരണം നോക്കി. സുഖം തന്നെയോ എന്നെ? സുഖം. അതല്ല, ഇരിക്കാനൊന്നും സമയമില്ല. ഞങ്ങള് വേറെ അത്യാവശ്യമായിട്ട് ഇറങ്ങിയതാ. കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളം അടിക്കാനേ അവര് നാളെ ഇങ്ങെത്തും. അവര് വന്നല്ലോ. വന്നോ? അവര് 8-10 പണിക്കാരുണ്ട്. 10 പണിക്കാരോ? ആ, ചിലപ്പോ ഇനി കുഞ്ഞാലി പറഞ്ഞു അതാവും. അവന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലല്ലോ ഉണ്ടാകാവുന്ന ഫലവും അവനറിയാം. അവനെവിടെ? അപ്പുറത്തുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കി പോരാ. എവിടെ പോവാ? വെളുപ്പിൽ വന്ന് നടിക്കുന്ന ഇത്തിരി മൂത്രം ഒഴിക്കണം. മാറ്റം കട്. എന്റെ അമ്മേ, അച്ഛന്മാര് വന്നടാ. നിങ്ങൾ വീടിന് വെള്ളയടിക്കുകയാണോ അതോ പരസ്പരം വെള്ളയടിക്കുകയാണോ? അടിച്ചതല്ല, അടി പറ്റിയത്. അതെ, അത് പെയിന്റിങ്ങിന് അടിച്ചോണ്ടിരിക്കുമ്പോ അക്കറ്റ് തള്ളി ഇരട്ടയ്ക്ക് വീട് വേണ്ട തമ്പ്രാക്കന്മാരെ. മറ്റുള്ളവർക്ക് അവിടെ പോയി അവര് ചായ കുടിക്കാൻ പോയി തമ്പ്ര. എന്തായാലും വേഗം പണി തീർക്കുക. തമ്പ്രാക്കന്മാരെ അറിയാമല്ലോ. അത് പിന്നെ പറയണോ? പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാ മതി. അവിടുന്ന് തരും കൂലി. ഈശ്വര, ഇതിനെന്ത് കൂലിയാണാവോ കിട്ടാൻ പോണത്? അല്ല, ഇവരെ രണ്ടുപേരെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞങ്ങൾ ജനിച്ചിട്ട് ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതെ അതെ. എന്താ നിന്റെ പേര്? എന്റെ പേര് ബാപ്പൂട്ടി. നിന്റെയോ? ഞാൻ ഊമ. ഊമയോ? ഊമല്ല, ഊമേശ്വരൻ. എന്നാ ഉമ്മയും വാപ്പയും കൂടെ വേഗം പണി തീർക്കുക. വരട്ടെ മോളെ. ശരി. വെളുക്കാൻ തേച്ചത് പാട്ടായി. പാട്ടായി അല്ല, പാണ്ടായി. പറഞ്ഞോലെ അവരെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? പിന്നെ അവരും വെള്ളപൂശാൻ വന്നതാണോ? വയസ്സ് തിരിച്ചു കിട്ടി. പോയി പോയിട്ടില്ല. ദേ ഇവിടെ ഉണ്ട്. തമ്പ്രാക്കന്മാര് പോയെന്ന് വെച്ചാ. നിങ്ങളിത് എവിടെ പോയിരുന്നു? ആലഞ്ചേരിയിലെ തമ്പ്രാക്കളല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയത്? അതെ, ഞങ്ങൾ അവരെ കണ്ട് മുങ്ങിയതാ. അതെന്തിനാ മുങ്ങുന്നേ? കൊറേ നാളെ അവരുടെ തറവാടൊന്ന് വെള്ളം അടിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതെന്താ? അതാ തമ്പ്രാക്കന്മാർ മഹാഭിശുക്കന്മാർ. അതെ, അവർ പണിയെടുത്ത കാശുണ്ടേ. അത് ശരി. ഏതായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരെ കാണാറുന്ന നന്നായി. തമ്പ്രാക്കന്മാര് ഇവരെയും കാണാതിരുന്നത് വളരെ നന്നായി. വളരെ വളരെ നന്നായി. അമ്മയെ തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വളരെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം എനിക്കും തനിക്കും ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മ വരണ്ടേ? ഒന്നും ഒഴിക്കല്ലേ? പാടല്ലേ ഇനിയും നിർത്താറായല്ലേ തന്റെ രാഗവിസ്താരം? എന്റെ രാഗവിസ്താരത്തിൽ എന്താ ഒരു കുഴപ്പം? കുഴപ്പമല്ലേ ഉള്ളൂ. എന്റെ ഒരു കളരിപുറയുടെ മുമ്പിൽ തന്റെ രാഗം വെറും ശിശു. എന്നാൽ അതൊന്നും അറിയണമല്ലോ. തുടങ്ങി എല്ലാ തവണത്തൊപ്പലും ബഹളം ഉണ്ടാക്കിയാലേ പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കണ്ട, കഴിഞ്ഞ തവണ ഗുരുക്കൾ ഒരു തട്ട് തട്ടിയതാ. എന്റെ അമ്മേ, വേദന ഇനിയും മാറിയിട്ടില്ല. പെങ്ങള് പറ, സംഗീതമാണോ കളരിപുറയാണോ വലുത്? എനിക്കൊന്നും അറിയില്ലേ. അവിടെ നിൽക്ക്. സംഗീതമാണോ കളരിയാണോ വലുത് തെരഞ്ഞെടുത്ത് നീ പോയാ മതി. എന്നാ പിടിച്ചോ. കൈ തൊഴുത് മാറിന് വച്ച് നിരിഗമധാപമകരി സനിരി വലത് ചവിട്ടി വലഭാഗം തിരിഞ്ഞ് പാപ പാപമപധാപമകരി സനിരി നിരിഗമപമകരി സനിസ. ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നീർത്തി കൈക്ക് നോക്കി നൈ നെറ്റിക്ക് വെച്ച് മണങ്ങി അമർന്ന് വലത് നേരെ മുമ്പിൽ ചവിട്ടി ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നിർത്തി കൈക്ക് നോക്കി കൈ നെറ്റിക്ക് വെച്ച് വണങ്ങി സരിഗ സരിഗമ പരിഗമ രിഗമ പദ ഗമ പഗമ പദരി മപദ മപദരി സഗരി ഗരി ധനി ധ പരി ധരി ധനി ധ പമ ധനി ധനി ധ പമ ഗനി ധനി ധ പമ ഗരി സ
അമർന്ന് മുട്ടൂന്നി കുമ്പിട്ട് നിന്ന് കൈക്ക് നോക്കി കൈനെറ്റി വെച്ച് വണങ്ങി അമർന്ന് കൈകെട്ടി നോക്കി ഇടത്ത് വഴി വലത്ത് വഴിയോട്ട് മാറി കൈ നോക്കി ഇടത്ത് വഴിയോട്ട് മാറി കെട്ടി നോക്കി വലത്ത് വഴിയോട്ട് മാറി കൈക്ക് നോക്കി കാല് കൂട്ടി വെച്ച് താം തത്ത തത്ത തരികിട താം തത്ത കിടതം തരികിട താം തത്ത തകിടം തരികിട 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 താം മകരി തരികിട തരികിട താം തത്ത കിടതം തരികിട താം തത്ത പരകിട തരികിട 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 താം തത്ത തരികിട താം തത്ത കിടതം തരികിട 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 തമ്പുരാക്കന്മാരുടെ വക കച്ചേരിയും ചവിട്ടുനാടവും ഒക്കെ കഴിഞ്ഞപ്പോ അതാ അവിടെ അടിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ? പറയാൻ പറഞ്ഞ മുണ്ടാണ്ട് എന്നെ കൊണ്ടാണ് പറയിപ്പിക്കടി, അന്നെ കൊണ്ടാണ് പറയിപ്പിക്കും ഞാന്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ. അമ്മേ അമ്മേ, ആഹാ, എന്താ ഇത് വഴി? ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ, ഒരു മോർണിംഗ് വാക്ക്. ഇനിയിപ്പൊ അമ്മയുടെ കൂടെ ആവല്ലോ നടപ്പ്. അതിനെന്താ, പോന്നോളൂ. മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. പിന്നെ അമ്മേ, എനിക്കൊരു സംശയം. എന്താ? ഈ തമ്പുരാക്കന്മാരെന്താ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കുന്നത്? രണ്ടിടത്താണ് താമസമെങ്കിലും ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റേയാൾക്ക് സമ്മതം തന്നെയാ. തമ്പുരാക്കന്മാരുടെ കഥകള് ഒരുപാട് ആ കുഞ്ഞാലി പറഞ്ഞു തന്നിട്ടുണ്ട്. അധികവും മർക്കടം മുഷ്ടിയുടെയും വാശിയുടെയും കഥകളാവും. കൊറേയൊക്കെ. ഓ, ഇപ്പൊ എത്ര സമാധാനമുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി എന്നറിയോ? മിണ്ടിയാ കോപം, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വാശിയാ. ഇപ്പൊ മക്കളൊക്കെ വലുതായപ്പോ പഴയതുപോലെ ആയാ പറ്റില്ലല്ലോ. എന്നാലും തമ്പുരാക്കന്മാർ തമ്മിൽ വലിയ സ്നേഹത്തിലാ. എനിക്കേ അസൂയ തോന്നും. എന്റെ അമ്മോ, പെണ്ണെടുത്തു. ദൈവമേ, അമ്മയെ കൂടെ ഉണ്ടല്ലോ. ചാടിക്കോ കുളത്തിലേക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്താ എന്നെ? ഞങ്ങൾ കളരിപ്പാട്ട് അഭ്യസിക്കുക. അതായത് കളരിയും സംഗീതം കൂട്ടിക്കുഴച്ച്. കുഴച്ചല്ല, കൂട്ടി ഇണക്കി. അതെ, ആ പുതിയൊരു സൃഷ്ടിക്ക് രൂപം കൊടുക്കുകയാണ്. ഇവരെന്റെ മക്കളാ. എനിക്കറിയാം ഇവരെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇവരല്ലേ വീട് വെള്ളയടിക്കാൻ വേണ്ടി വീട് വെള്ളയടിക്കാനോ പണിക്കാരെ ഏർപ്പാടാക്കിയത്? ഇവരെല്ലാരും കൂടി മുൻകൈ എടുത്തിട്ടാ വെള്ളപൂശൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നത്. ആ, മുൻകൈ എടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇവന്മാര് ഒറ്റ ഒരുത്തന് ആവശ്യത്തിന് കിട്ടില്ല. ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ. ഇവരുടെ പണിക്കാര് തമ്പുരാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായ പറഞ്ഞറിയോ അമ്മയ്ക്ക്? അത് പിന്നെ അവരുടെ ഒരു അവകാശമല്ലേ? അതെയോ? ആരാണ് ഇത്ര നല്ല പണിക്കാര്? അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ. അവര് ഇനി അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിക്കുമ്പോ, അല്ല, വീട് പെയിന്റ് അടിക്കുമ്പോ അറിയാവുന്നുള്ളൂ. പിന്നെ അമ്മേ, അവരിൽ ഒന്ന് രണ്ട് പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ? അതായത് അമ്മേ, അക്കരയെന്നൊരു വെള്ളടിക്കാരൻ വന്നു, ഇക്കരയെന്നും ഒരു വെള്ളടിക്കാരൻ വന്നു. ഈ അക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ ഇക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ തമ്മിൽ നേരത്തെ എന്തൊരു പ്രശ്നം മതി മതി, പോ. വീട്ടിലേക്ക് പോ. നിന്നെ തന്നെ പോ. എല്ലാം നേരത്തെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇളമുറ തമ്പുരാക്കന്മാര്. മോള് ഒരു ദിവസം വീട്ടിലേക്ക് വരണം. വരണോന്ന് ഞാനും ആലോചിച്ചോണ്ടിരിക്കാമേ. മോക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. വരട്ടെ? ശരി. ആ, വരൂ വരൂ.
വരൂ. കുട്ടി എന്താ ഈ വഴിയൊക്കെ? അത് എന്താ വിശേഷിച്ച്? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ പറഞ്ഞോളൂ. സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹ. അതും ഇവിടം തന്നെ ആവുമ്പോ. അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഇക്കാര്യത്തില് ഭാഗവതരെന്ന്. കുട്ടി വേറൊന്നും വിചാരിക്കരുത്. ഇക്കാര്യത്തിൽ എനിക്ക് ലേശം നിർബന്ധമുണ്ട്. ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല. അത് ശരിയാവില്ല. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ അല്ല വന്നിട്ടൊന്നും അകത്തേക്ക് കയറിയില്ലല്ലോ. മോള് വാ. ആ ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റിയിരുന്നത്? അച്ഛാ ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ. ആ ആ, ശരി. ഇത് തന്നെയാ ഇതിന്റെ കുഴപ്പം. ആ, ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടയ്ക്ക് ദാഹം. പാടുക. അയാളുടെ ഒരു ഗമേ സ്വന്തം മക്കളെ മാത്രമേ സംഗീതം പഠിപ്പിക്കൂന്ന്. എന്റെ കുട്ടി നീ ഒന്ന് അടങ്ങി നിൽക്ക്. അയാൾക്ക് സൗകര്യമുള്ളവരെ പഠിപ്പിക്കട്ടെ. എന്നാ മുത്തശ്ശൻ ഒന്ന് കേട്ടോ. സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട. ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തോന്നാ? അതൊക്കെ മുത്തശ്ശൻ കണ്ടോ. കണ്ണാടി കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വശത്താക്കാവുന്നതല്ല കളരിമുറകള്. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. മാത്രമല്ല ഒരു പെൺകുട്ടിയെ കളരിമുറകൾ പഠിപ്പിക്കാന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും സാരമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന്. ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞാ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പെൺകുട്ടികൾ കളരിമുറ പഠിച്ചു എന്ന് വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല ഇത്. എന്നാര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മക്കളെ അല്ലാതെ മറ്റാരെയും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഓ, ഇതെന്തൊരു നാടാ! ഇവിടെ എല്ലാരും സ്വന്തം മക്കളെ മാത്രമേ വിദ്യ പഠിപ്പിക്കൂ. കുട്ടി ഇപ്പൊ പോണം, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അച്ഛാ ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി പഠിച്ചു വെച്ച് അച്ഛൻ എന്താ ഒരു കുഴപ്പം? കുഴപ്പമുണ്ട്. ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല, നിങ്ങളും പഠിക്കില്ല. എന്താ വാസുദേവ? അയ്യോ എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ? അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു. എന്ത് ചെയ്യാനാ, വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? ഓ മീര അത് കാര്യമാക്കണ്ട. അച്ഛന് പറ്റാത്തത് മക്കളെ ചെയ്യണമെന്നാണല്ലോ പ്രമാണം. വാസു എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്റെ സ്വരം ഈടായിട്ട് അത്ര നന്നാവണില്ല. സാധകത്തിന്റെ ഒരു കുറവുണ്ടേ. ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ? എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു, പക്ഷെ എവിടെ വെച്ചാ പഠിക്ക? മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ, അതാവുമ്പോ അച്ഛനറിയില്ലല്ലോ. തമ്പുരാന്മാർക്ക് തോന്നാത്ത സന്മനസ് ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു. ഹലോ. എന്റെ പേര് ഗോപൻ.
ആലഞ്ചേരിയിലെ അറിയാം, ഗുരുക്കളുടെ മൂത്ത മോനല്ലേ? അതെ. മീരന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ എന്തൊക്കെയോ അറിയാതെ. ഓ, അതൊന്നും സാരമില്ല. കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. കളരി പഠിക്കാനല്ലേ അവിടെ വന്നത്? അതെ. അതിപ്പോ അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത് കുട്ടിയെ കളരി ഞാൻ പഠിപ്പിച്ചു തരാം. സത്യാണോ? അതെ. പക്ഷേ അച്ഛനൊന്നും അറിയരുത് കേട്ടോ. അപ്പൊ അവിടെ പോവല്ലേ? അയ്യോ, അവിടെ വേണ്ട, ഇവിടെ തന്നെ മതി. ദിവസവും ഞാൻ രാവിലെ വരാം. നാളെ തന്നെ ക്ലാസ് തുടങ്ങാം. എന്താ? വരട്ടെ. ഓ, അയ്യോ, വീണില്ല. എന്റെ പേരറിയോന്ന് അറിയില്ല. എനിക്കറിയാം, ഉണ്ണീന്നല്ലേ പേര്? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അത് ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ? ഊരിലെ പഞ്ഞം അല്ലേ? ആള് മോശമല്ലല്ലോ, തമാശക്കാരനാണല്ലേ? ഇടയ്ക്കിടെ. ഉണ്ണി വരൂ, അകത്തിരിക്കാം. അയ്യോ, പോയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്താ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ആ, പിന്നെ മീരയ്ക്ക് കളരി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു. ഉം. അച്ഛനിപ്പോ പഴയ പോലെ മേവഴക്കം കുറച്ച് കുറവാ. പിന്നെ ചേട്ടൻ ഏകാഗ്രത വളരെ കുറവാന്ന് അച്ഛൻ പറയാറ്. പിന്നെ ആകെ ഉള്ളത് ഞാനാ. ഒരു അഭ്യാസ നിലയ്ക്ക് കളരിയൊക്കെ നോക്കുന്നതും ഇപ്പോ ഞാൻ തന്നെയാ. ഓ, ആ നിലയ്ക്ക് കുട്ടിയെ ഞാൻ കളരി പഠിപ്പിക്കാം. നേരാണോ ഉണ്ണി പറയുന്നത്? സത്യം. തന്നെയല്ല, മുറകൾ അവരൊന്നും പഠിപ്പിച്ചാൽ ശരിയാവില്ല. അതെന്താ? അതങ്ങനെയാ. അതൊക്കെ മീരയ്ക്ക് കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. അപ്പൊ നാളെ തുടങ്ങാല്ലേ? എന്ത് അല്ല, അഭ്യാസം. ഓ, വരട്ടെ. ശരി. കളരി സംഗീതം ഞങ്ങൾക്ക് പറയാം.